മുഖ്യമന്ത്രി ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞു. മാറാട് കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അന്ന് മാറാട് സ്ഥലം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി AK ആന്റണി പോകുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. RSS ആയിരുന്നു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, നിങ്ങളുടെ നേതാവ് അങ്ങനെയുള്ള ഒരാളാണ്. എന്താ മറുപടി? ഞങ്ങൾ ആ കാലഘട്ടത്തിൽ അതിനൊക്കെ AK ആന്റണി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. മാറാട് കലാപവും തലശ്ശേരി കലാപവും പറയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒന്നും കാലഘട്ടത്തിൽ അങ്ങോട്ട് കലാപം ഉണ്ടാവുന്നില്ലല്ലോ. ഇവിടെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ നടക്കുന്നൊരു സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങളും അക്രമങ്ങളും മദ്യവും മയക്കുമരുന്നും വ്യാപകമാകുന്ന സംസ്ഥാനമാണ് കേരളം. അതിനെപ്പറ്റി മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. ഈ മയക്കുമരുന്നിനെ നിയന്ത്രിക്കാൻ, മദ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവിടെ എത്രയോ മനുഷ്യജീവനുകളാണ് ഹോമിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ഗവൺമെൻറ് നടപടി സ്വീകരിക്കുന്നില്ല? പഴയ കാലത്തെ മാറാട് കലാപവും തലശ്ശേരി കലാപവും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെന്തിനാണ് പറയുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തെ ജനങ്ങൾക്കുണ്ട്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് 40 വർഷം എവർക്കായിരുന്നു. 40 വർഷം അവരുടെ വോട്ട് വാങ്ങിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു. ഈ പാർട്ടി സെക്രട്ടറിയായ ശ്രീ പിണറായി വിജയനാണ് 3 മണിക്കൂർ അബ്ദുൽ നാസർ മദനി വരാൻ വേണ്ടി കാത്തിരുന്നത്. ഈ അബ്ദുൽ നാസർ മദനിയെ മഹാത്മാഗാന്ധിയാണെന്ന് പറഞ്ഞത് EMS ആണ്. മറന്നുപോരുതൊന്നും. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളും വോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, ഏറ്റവും കൂടുതൽ പിന്തുണച്ചിട്ടുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണച്ചിട്ടുള്ളത് CPM ആയിരുന്നു. പക്ഷേ ഈ ഇലക്ഷൻ്റെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ തദ്ദേശം കഴിഞ്ഞ് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണ്. ഈ ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത, തീവ്രവാദം, ഇതൊക്കെ വലിയ വാദങ്ങളായി നിൽക്കുകയാണ്. CPM ഇന്നലത്തെ പ്രസ്താവനയോട് കൂടി, കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയോട് കൂടി തന്നെ അത്തരം സാധനങ്ങൾ തുടർന്നും പറയാൻ ഉദ്ദേശിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. ജമാഅത്തെ ഇസ്ലാമി 2 ദിവസമായി അതിന് മറുപടിയും പറയുന്നുണ്ട്. ഈ തർക്ക വിതർക്കങ്ങൾ അവസാനം ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിലേക്ക് എത്തിക്കുമോ? നിങ്ങൾക്ക് പണിയാകുമോ? AK ബാലനെ പോലെ സീനിയറായ നേതാവ് ഇത്ര പച്ച വർഗീയത പറയുമ്പോൾ അതിനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നു. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ സംഘപരിവാറിൻ്റെ ശബ്ദത്തെ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അവിടെയാണ് CPM ഉം BJP യും തമ്മിലുള്ള അന്തർധാര.